അമേരിക്കയും ഇറാനും തമ്മിലുള്ള കടലിലെ ഒളിച്ചുകളികളുടെ പിന്നിലെ ചില യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ മറഞ്ഞേക്ക് പുറത്തു വരുന്നത്. USS എബ്രഹാം ലിങ്കൺ ഇരുട്ടിലേക്ക് മാറിയതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവരണങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ പലപ്പോഴും അമേരിക്കൻ സൈനിക മികവിന്റെ ഉദാഹരണമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇറാൻ അനുകൂല കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഈ നീക്കം ശക്തിയുടെ അടയാളമല്ല, മറിച്ച് ഇറാൻ രൂപപ്പെടുത്തിയ പ്രതിരോധ പരിസരത്തോടുള്ള അമേരിക്കയുടെ അസ്വസ്ഥതയുടെയും ജാഗ്രതയുടെയും തെളിവാണ്. എമിഷൻ കൺട്രോൾ ആരംഭിച്ച ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അടയ്ക്കുന്നത് ഒരു യുദ്ധക്കപ്പൽ സ്വന്തം സാന്നിധ്യം മറയ്ക്കേണ്ട അവസ്ഥയിലാണെന്ന യാഥാർത്ഥ്യമാണ് വെളിപ്പെടുത്തുന്നത്. തുറന്ന കടലിൽ പോലും സ്ഥാനപരമായ അവ്യക്തത തേടേണ്ടി വരുന്നത് ഇറാന്റെ പ്രതിരോധ ശേഷിയെ അവഗണിക്കാനാവില്ലെന്ന സന്ദേശം. ഇറാൻ വികസിപ്പിച്ച ദീർഘദൂര മിസൈൽ ശേഷിയും സമഗ്രമായ കണ്ടെത്തൽ പ്രതികരണ ശൃംഖലയും അമേരിക്കൻ കാരിയർ ഗ്രൂപ്പുകളെ പരമ്പരാഗത ആത്മവിശ്വാസത്തിൽ നിന്നും വിട്ടുനിർത്താനായിട്ടുണ്ട്. ലിങ്കൺ ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കുന്നത് ഇറാന്റെ ലക്ഷ്യനിർണയ സംവിധാനങ്ങളെ കുഴപ്പപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമായി ചിത്രീകരിക്കപ്പെടുന്നുവെങ്കിലും യാഥാർത്ഥ്യത്തിൽ അത് ഇറാന്റെ നിരീക്ഷണ വിലയിരുത്തൽ ശേഷി എത്രത്തോളം പുരോഗമിച്ചുവെന്നതിന്റെ അംഗീകാരമാണ്. ഉപഗ്രഹങ്ങൾ, തീരദേശ റഡാറുകൾ, ബഹിരാകാശ ഭൂതല ഡേറ്റയുടെ സംയോജനം എന്നിവ ഉപയോഗിച്ച് മേഖല നിരീക്ഷിക്കുന്ന ഇറാന്റെ കഴിവ് ഒരൊറ്റ സിഗ്നൽ ഓഫ് ചെയ്താൽ തന്നെ അപ്രസക്തമാകുന്നതല്ല. അമേരിക്ക തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ എവിടെയാണെന്ന് വ്യക്തമാക്കാതെ രഹസ്യമായി നീക്കുന്നത് ഇറാനെ പേടിപ്പിക്കാനാണെന്നാണ് പാശ്ചാത്യർ കരുതുന്നത്. എന്നാൽ ഇത് അമേരിക്കയുടെ തന്നെ ബലഹീനത മറയ്ക്കാനുള്ള തന്ത്രമായാണ് ഇറാൻ കാണുന്നത്. കടലിൽ പടക്കപ്പലുകൾ എവിടെയായിരുന്നാലും ഇറാൻ അത് കാര്യമാക്കുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക കപ്പലിനെയോ സ്ഥലത്തെയോ മാത്രം ലക്ഷ്യം വെച്ചല്ല ഇറാൻ പ്രതിരോധം ഒരുക്കിയിരിക്കുന്നത്. പകരം എവിടെ നിന്ന് ആക്രമണം ഉണ്ടായാലും നേരിടാൻ കഴിയുന്ന വിധത്തിൽ പല തട്ടുകളായുള്ള ശക്തമായ ഒരു സുരക്ഷാ ശൃംഖല ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട്. ആദ്യ ദിവസത്തെ ആക്രമണങ്ങൾക്കുള്ള പ്രവർത്തന സുരക്ഷ എന്ന പേരിൽ ഉയർത്തിക്കാട്ടുന്ന വാദങ്ങളും ഇറാന്റെ കാഴ്ചപ്പാടിൽ യുദ്ധഭീഷണി ഉയർത്താനുള്ള പ്രചാരണമാണ്. ചരിത്രം തന്നെ തെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള നിശബ്ദ നീക്കങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കാനാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്നും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകാൻ അമേരിക്കയ്ക്ക് തന്നെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന ബോധ്യവും ഇതിന് പിന്നിലുണ്ട്. ഇറാനെതിരെ ഒരു വലിയ സൈനിക നടപടി ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ മേഖലാതലത്തിൽ മാത്രം ഒതുങ്ങില്ലെന്ന യാഥാർത്ഥ്യം വാഷിംഗ്ടണും അറിയുന്നു. കാരിയറിനെ ചുറ്റിയുള്ള എസ്കോർട്ട് കപ്പലുകളും ഇലക്ട്രോണിക് നിശബ്ദതയും ആർമഡയുടെ സുരക്ഷയ്ക്കുള്ള നടപടിയായി അവതരിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഇറാന്റെ അസമമായ നാവിക തന്ത്രങ്ങളും തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും വലിയ യുദ്ധക്കപ്പൽ സംഘങ്ങളെ തന്നെ ജാഗ്രതയിലാക്കുന്നുവെന്നാണ് ഇതിൽ നിന്നും വായിക്കേണ്ടത്. ചെറുകപ്പലുകൾ, അന്തർവാഹിനികൾ, മിസൈൽ ബാറ്ററികൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ഇറാന്റെ സമീപനം പരമ്പരാഗത നാവിക ശക്തിയെ വെല്ലുവിളിക്കുന്നതാണെന്ന് അമേരിക്കൻ നീക്കങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രോണിക് യുദ്ധവും ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ട് ശേഷികളും കുറിച്ച് ഉയർത്തുന്ന വാദങ്ങൾക്കും സമാനമായ മറുപടിയുണ്ട്. ഇറാൻ വർഷങ്ങളായി സൈബർ സുരക്ഷയിലും പ്രതിരോധ ഇലക്ട്രോണിക് സംവിധാനങ്ങളിലും നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഏതൊരു രാജ്യത്തിന്റെയും കമാൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ ഒറ്റയടിക്ക് അന്ധമാക്കാൻ കഴിയുന്ന ധാരണ ആധുനിക യുദ്ധത്തിന്റെ സങ്കീർണതകളെ ലളിതവൽക്കരിക്കുന്നതാണ്. ഇറാന്റെ പ്രതിരോധ ഘടന ഇത്തരം ശ്രമങ്ങൾ നേരിടാൻ തന്നെ രൂപകൽപ്പന ചെയ്തതാണെന്ന ആത്മവിശ്വാസമാണ് ഇറാൻ നിലനിർത്തുന്നത്. ലോജിസ്റ്റിക്സ് സ്വയംഭരണവും 60 ദിവസത്തെ ഉപരോധം എന്ന ആശയവും അമേരിക്കൻ സൈനിക ശക്തിയുടെ തെളിവായി അവതരിപ്പിക്കപ്പെടുമ്പോഴും ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് മറ്റൊരു യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്നു. ഒരു കാരിയർ ഗ്രൂപ്പ് മാസങ്ങളോളം കടലിൽ തുടരേണ്ടി വരുന്നത് സമീപ പ്രദേശങ്ങളിൽ സുരക്ഷിതമായ രാഷ്ട്രീയ സൈനിക അടിത്തറ ഇല്ലെന്ന സൂചനയാണ്. ഇറാൻ സ്വന്തം തീരത്തും സമീപ പ്രദേശങ്ങളിലും ആഴത്തിലുള്ള പിന്തുണയുള്ള പ്രതിരോധ പരിസരം സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ പുറത്തുനിന്നുള്ള പൊങ്ങിക്കിടക്കുന്ന കോട്ടകൾ ദീർഘകാലത്ത് നിർണായകമായ മുൻതൂക്കം നൽകുമെന്ന ധാരണയെ സംശയത്തോടെ മാത്രമാണ് കാണുന്നത്. ഇറാന്റെ പ്രതിരോധ ശേഷിയെ ചെറുതാക്കുന്നില്ല, മറിച്ച് അതിനെ അംഗീകരിക്കുന്നതിന്റെ സൂചനയാണ്. അമേരിക്കൻ സൈനിക നീക്കങ്ങൾ എത്ര സാങ്കേതികമായി പുരോഗമിച്ചാലും സ്വന്തം പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ ഇറാൻ വികസിപ്പിച്ചിരിക്കുന്ന പാളികളുള്ള പ്രതിരോധ തന്ത്രം മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ അടിസ്ഥാനപരമായി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ യഥാർത്ഥ സ്ഥിരത സൈനിക ഭീഷണികളിലൂടെ അല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിലും ഇടപെടലുകൾ ഒഴിവാക്കുന്ന നയങ്ങളിലും മാത്രമേ സാധ്യമാകൂ എന്ന സന്ദേശമാണ് ഇറാൻ തുടർച്ചയായി ഉയർത്തിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.